ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിനെ കോടതി ഹാജരാക്കി. റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് ഹാജരാക്കിയത്. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയും കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും വേണ്ടി SIT കസ്റ്റഡി അപേക്ഷ നൽകും. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണല്ലേ? കോടതി നടപടികൾ ആരംഭിച്ചോ? തീർച്ചയായും അല്പം മുൻപാണ് പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. ഇദ്ദേഹത്തിന്റെ റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയത്. ഏതായാലും റിമാൻഡ് കാലാവധി നീട്ടി നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളായിരിക്കും കൊല്ലം വിജിലൻസ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ഇദ്ദേഹത്തിന്റെ ജാമ്യ ഹർജിയും പത്മകുമാറിന്റെ ജാമ്യ ഹർജിയും കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പത്മകുമാർ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കേസുകളുടെ മുന്നോട്ടുള്ള നടത്തിപ്പിന് അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ പുരോഗതിക്ക് ഇപ്പോൾ ഈ പ്രതികൾക്ക്, അറസ്റ്റിലായ പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ അത് കേസിന്റെ തുടർ അന്വേഷണത്തെ ബാധിക്കും എന്നുള്ള ഒരു നിലപാടിലാണ് പ്രോസിക്യൂഷൻ. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന്റെ ഈ ഒരു വാദം പരിഗണിച്ച് കൊല്ലം വിജിലൻസ് കോടതി പത്മകുമാറിന്റെ ജാമ്യ ഹർജി തള്ളുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും കോടതി നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടുന്നതുൾപ്പെടെ ഇന്ന് തീരുമാനമുണ്ടാകും. സുധീഷ്, മറ്റൊന്ന്, ഈ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ഉണ്ടല്ലോ, ഇവരെ കസ്റ്റഡിയിൽ വേണമെന്ന് പറഞ്ഞ് SIT അപേക്ഷ നൽകില്ലേ ഇന്നിപ്പോൾ വിജിലൻസിൽ? അതെ, പങ്കജ് ഭണ്ഡാരിയെയും ഒപ്പം തന്നെ ഗോവർദ്ധന്റെയും കസ്റ്റഡി SIT ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്ന അറസ്റ്റുകളിൽ കിട്ടിയ അല്ലെങ്കിൽ ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവരുടെ കസ്റ്റഡി SIT ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ സ്വർണത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് എന്നുള്ളത് അന്വേഷിക്കുകയാണ് SIT ചെയ്യുന്നത്. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ ഗൂഢാലോചനയിൽ ഒപ്പമുണ്ടായിരുന്നവരും അല്ലെങ്കിൽ കേസിലെ പ്രധാന പ്രതികൾ ഉൾപ്പെടെയുള്ളവർ കസ്റ്റഡിയിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ കസ്റ്റഡിയിലുണ്ടെങ്കിലും സ്വർണത്തിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു സൂചന അല്ലെങ്കിൽ എവിടെ എന്നുള്ളതിനെ കൃത്യമായ ഒരു അറിവ് അല്ലെങ്കിൽ ഈ SITക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വർണം എവിടെ എന്നുള്ളതിന് ഒരു കൃത്യത വരുത്തുന്നതിന് കൂടി വേണ്ടിയാണ് SIT സംഘം ഇപ്പോൾ ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കസ്റ്റഡി അപേക്ഷയും കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്.